ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ തരം സംഖ്യ മരവാണ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവരെന്തോ വലിയ സംഭവമാണെന്നൊക്കെയാണ് ഇവരുടെ ഒരു വിചാരം. ഇവനൊരു സൈഡ് കൊണ്ട് മാത്രം നിന്നേ വീഡിയോ ചെയ്യത്തുള്ളൂ. നേരെ നിന്ന് വീഡിയോ ചെയ്യുന്നൊരു സ്വഭാവം ഇവനില്ല. കാരണം ഇവൻ നമ്മുടെ ശാഖയിലുണ്ടല്ലോ, അമ്മാരി പരിപാടിയൊക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇവൻ്റെ വായൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ. ഇവൻ്റെ ആ പറച്ചിലും ഇവൻ്റെ രീതിയും ഇവൻ്റെ ആംഗ്യവും ഇവൻ്റെ പ്രകടനങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവൻ ശാഖയിൽ എന്ത് പണിയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ അൻസാരി സുഹരി ഉസ്താദിന് ഒരു മറുപടിയായിട്ടാണ് ഈ വേട്ടാവളിയം വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ജനൻ ടി വിയിൽ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത നിങ്ങളെല്ലാവരും കേട്ട് കാണുമായിരിക്കും. നാരായണേട്ടൻ എന്ന് പറയുന്നത് അദ്ദേഹം സംഘപരിവാറാണ്, അദ്ദേഹം സ്വയം സേവകനാണ് എന്ന് വിസർജൻ ചാനലിൽ നമ്മൾ കേട്ടതാണല്ലോ അല്ലേ. അപ്പോൾ ഈ ചാനലിനകത്ത് വരുന്ന വാർത്തകളൊക്കെ എടുത്ത് ഇതാണ് ശരിയെന്ന് പറഞ്ഞ് പ്രകടിപ്പിച്ചിട്ടുള്ള ഈ വേട്ടാവളിയിൽ ഇപ്പം ഇത് ശരിയല്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഉസ്താദ് ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു. ഈ RSSകാരനാണെന്ന് തെളിയിക്കാൻ വല്ല സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മെമ്പർഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് ഇവൻ ചോദിക്കുന്നത്. നിനക്ക് RSSൽ മെമ്പർഷിപ്പ് ഉണ്ടോ? അതായത് നീ ഇപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് പറയുന്നുള്ളൂ നിനക്ക് RSS മെമ്പർഷിപ്പ് ഉണ്ടോ? ഈ പറയുന്ന മോഹൻ ഭാഗവത് എന്ന് പറയുന്ന RSSന്റെ സ്ഥാപകനായിട്ടുള്ള അദ്ദേഹത്തിന് RSSന്റെ മെമ്പർഷിപ്പ് ഉണ്ടോ? എൻ്റെ ഒരു അറിവിൽ RSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് മെമ്പർഷിപ്പ് ഇല്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു തീവ്രവാദ സംഘടന ആയതുകൊണ്ട് അങ്ങനെ മെമ്പർഷിപ്പ് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ആളുകളെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ പലരും ഇപ്പോൾ പറയുന്നു, നമ്മൾ മറുനാടനൊക്കെ പറഞ്ഞ പോലെ ഈ STP അല്ലെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയെ കുറിച്ചിട്ട് ഇവിടെ ആരും ഒന്നും പറയുന്നില്ല. ഇവിടെ നാഴികയ്ക്ക് 40 വട്ടം കയ്യിൽ ചരട് കെട്ടിയവനെയും കാവി മുണ്ടെടുത്തവനെയും വർഗീയവാദിയെന്നും തീവ്രവാദിയെന്നുമാണ് വിളിക്കുന്നതെന്നാണ് പറയുന്നത്. കയ്യിലിരിപ്പും പ്രവൃത്തിയും അങ്ങനെ ആയതുകൊണ്ടല്ലേ ഇവിടുത്തെ ജനങ്ങൾ അത് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ നല്ല ഹൈന്ദവ സഹോദരങ്ങളെ ആരെങ്കിലും തീവ്രവാദി എന്ന് വിളിക്കുന്നുണ്ടോ? പക്ഷേ ഇവനെ പോലുള്ള സംഘിപ്പൊട്ടന്മാര് പറയുന്നത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ, ഇവിടുത്തെ മുസ്ലിങ്ങൾ മൊത്തം തീവ്രവാദികളെന്നാണ് പറയുന്നത്. ഏതായാലും നമ്മുടെ നാരായണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. കണ്ടതിന് ശേഷം ഈ മരപ്പൊട്ടൻ നമുക്കൊരു മറുപടി കൊടുക്കാനുണ്ട്, കേൾക്കാം. കാസർഗോഡ് മീഞ്ച സ്വദേശിയായ RSS പ്രവർത്തകൻ നാരായണന്റെ ശവസംസ്കാര വിവാദമാക്കിയതിൽ പ്രതിഷേധം ഇരമ്പുന്നു. ചെലവ് പൂർണ്ണമായും സേവാഭാരതിയാണ് നടത്തിയതും വഹിച്ചത്. മുസ്ലിം ലീഗ് അപ്പം മരണപ്പെട്ടു പോയ നാരായണേട്ടൻ സംഘത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. നിരാക്ഷേപം നിങ്ങൾ സമ്മതിക്കുന്നു അല്ലേ? ഓക്കെ, ശരി. ഇപ്പം മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടക്കുകയാണല്ലോ. ഇദ്ദേഹത്തിന്റെ ഈ മരിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിരുന്നു? സംഘത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നില്ല. ഒരു കാലത്ത് നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഊർജ്ജം, അദ്ദേഹത്തിന്റെ സമയം, അദ്ദേഹത്തിന്റെ ജീവിതം സമർപ്പിച്ച ഒരാളല്ലേ. അദ്ദേഹം ഏത് അവസ്ഥയെ ജീവിച്ച് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിരുന്നു? കണ്ടു നോക്ക്. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പരിവസ്ഥിതി. ഈ സ്ഥിതിയിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയതും ചികിത്സിച്ചതും ഒക്കെ ആര്? നിങ്ങൾക്കൊക്കെ എവിടെ ആയിരുന്നു സമയം? നിങ്ങളോട് എന്തുകൊണ്ടാണ് അവരാരും നിങ്ങളെ വിളിച്ചറിയിക്കാതിരുന്നത്? ഒരു കാര്യമില്ലാന്ന് മനസ്സിലാക്കിയതുകൊണ്ടാവാം. ഞാനുമൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഈ ആലപ്പുഴ നഗരത്തിന്റെ ഉള്ളിലുള്ളൊരു ചെറിയ പള്ളിയിൽ താമസിക്കുന്ന ഞാൻ എത്ര ആളുകളെ ദിനം പ്രതി അഭിമുഖീകരിക്കുന്നത് എനിക്കറിയാം. ഞാൻ അവരോടൊക്കെ ഈ പറയപ്പെട്ട പല ആളുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. പറഞ്ഞ മറുപടി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇർഫാൻ ഇക്മാലിന്റെ നെഞ്ചത്തോട്ട് കയറുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മനുഷ്യൻ ഈ ഒരു അവസ്ഥയിൽ കിടന്ന സമയത്ത് അവരെ പരിചരിച്ചതും കൊണ്ടുപോയതും ഭക്ഷണം കൊടുത്തതും മരുമാക്കി കൊടുത്തതൊക്കെ ഈ ഓർഫണേജാണ്. അത് മാത്രമല്ല, മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത നിരാക്ഷേപ പത്രം മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസക്കാരനായ ശ്രീ നാരായണൻ എന്നാൽ ടിയാന്റെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും സാമ്പത്തിക പ്രയാസം മൂലം ടിയാനെ രോഗബാധിതനായി ചികിത്സിക്കാത്തതിനാൽ ടിയാന്റെ പരിചരണം മഞ്ചേശ്വരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെയ്തു ഓൾഡ് ഏജ് ഓർഫണേജ് അധികൃതർ നടത്തി വരുന്നതായും ടിയാന്റെ തുടർ ചികിത്സക്കായി ടിയാനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ടിയാൻ മരണം. ഈ കത്തും പൊക്കിപ്പിടിച്ച് നടക്കുന്ന മദ്രസ പൊട്ടനെയാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഈ നാരായണൻ എന്ന വ്യക്തിക്ക് RSSുമായി യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ല. അല്ലെങ്കിൽ അൻസാരി സുഖ്രി എന്ന് പറയുന്ന ഇവൻ തെളിയിക്കണം ഇദ്ദേഹം ഏത് ശാഖയിലെ പ്രവർത്തകനാണ്, ഏത് ശാഖാപരിധിയിലെ ഏത് പ്രവർത്തനങ്ങളിലാണ് ഇദ്ദേഹം ബന്ധപ്പെട്ടിട്ടുള്ളത്, ഇദ്ദേഹത്തിന്റെ സമയം ചെലവഴിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കണം. ജനൻ TV പറഞ്ഞ ഉടനെ ഒരാൾ സ്വയംസേവകനായി. ഇവൻ വെറും തകരപ്പൊട്ടൻ. ഇദ്ദേഹം ഈ നാരായണൻ എന്ന് പറയുന്ന വ്യക്തി മഞ്ച ശാഖാപരിധിയിലുള്ള ഒരാളാണ്. ആ ശാഖയിലെ സ്വയംസേവകരോടും ആ ജില്ലാ ഭാരവാഹികളോടും ചോദിച്ചിട്ടും അവർക്കറിയില്ല ഇദ്ദേഹം ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് BJPക്കോ RSSനോ വേണ്ട അവിടെ കാഴ്ചവെച്ചത്. പക്ഷേ ഇവനിൽ ഈ മദ്രസ പൊട്ടൻ ഇവൻ വീഡിയോ ചെയ്യുമ്പോൾ RSS BJP ഒന്നും ആഡ് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ ഇവന് ദഹിക്കില്ല. RSSന്റെയും BJPയുടെയും പേരിൽ മുഴുവൻ ഹിന്ദുക്കളെയും വെച്ച് കാച്ചാൻ വേണ്ടി ഇവൻ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകളാണിത്. ഇവന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമന്റ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ കത്ത് പൊക്കിപ്പിടിച്ച് നടക്കുന്നതിന് ഒരു മറുപടി കൊടുക്കണമല്ലോ. എന്താണ് ഈ കത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാൻ പോലും ഇവൻ അറിയത്തില്ല. ഈ മൃതദേഹം ഇന്ന ആൾക്ക് കൊടുക്കുന്നത് തെറ്റില്ലെന്ന പോലീസിന്റെ നിരാക്ഷേപ പത്രമാണത്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു കത്തില്ലെങ്കിൽ തന്നെ ആരാണോ അഡ്മിറ്റ് രേഖകളിലുള്ളത് അവർക്ക് സ്വാഭാവികമായും ആ മൃതദേഹം വിട്ടുകൊടുക്കും.
അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു കത്ത് സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? ഇനി വീട്ടുകാർ നോക്കുന്നില്ലെങ്കിൽ കളക്ടർക്ക് പരാതി കൊടുക്കാൻ ഇവിടെ നിയമമുണ്ട്. എന്തേ ചെയ്തില്ല? സർക്കാരിന്റെ അഗതി മന്ദിരങ്ങളും വൃദ്ധസദനങ്ങളും ഉണ്ട്. എന്തേ അവിടെ ഒന്നും അഡ്മിറ്റ് ചെയ്തില്ല? സംഗതി ആദ്യം ഏറ്റെടുത്ത വാർഡ് മെമ്പറെ എന്തിന് തമസ്കരിച്ചു? ഇങ്ങനെ ഒരു മൃതദേഹം എത്തിക്കുന്നു എന്ന് അറിയിച്ചപ്പോൾ ശ്മശാനക്കാർ ആദ്യം വിളിച്ചത് സേവാഭാരതിയാണ്. ആദ്യം 12 മണിക്ക് എത്തുമെന്ന് പറഞ്ഞു, പിന്നെ 2 മണിക്ക് എത്തുമെന്ന് പറഞ്ഞു. ഇത്രയും സമയം എല്ലാം ഒരുക്കി അവർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്തൊരു ഫോട്ടോഷൂട്ടാണ് ഒരു മൃതദേഹത്തെ മുന്നിൽ വെച്ച് ഇവർ നടത്തുന്നത്. ഞാൻ വിറക് വെച്ചു, ഞാൻ കാലേ പിടിച്ചു, ഞാൻ തലയിൽ പിടിച്ചു, ഞാൻ ആംബുലൻസിന് പൈസ കൊടുത്തു. ഒരു ജനപ്രതിനിധിയാണ് ഇത് പറയുന്നതെന്ന് കേട്ടോണം. താത്തയുടെ ഈ ഫോട്ടോഷൂട്ട് കണ്ടിട്ട് ഇത് കരുതിക്കൂട്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ബുദ്ധിയൊന്നും വേണ്ട. ഇനി മുസ്ലിം ഓർഫനേജിൽ മുസ്ലിങ്ങൾക്കല്ലാത്തവർക്ക് വിലക്കുണ്ടോ? സർക്കാർ ലൈസൻസും ഗ്രാന്റും കൊടുക്കുന്നത് പിന്നെന്തോത്തിനാ? അപ്പൊ താത്തയെ ഹിന്ദു സമൂഹത്തിനിടയിൽ പുണ്യവതിയായി ചിത്രീകരിച്ച് ഹിന്ദു സമൂഹത്തെ കൈയെടുക്കുക. ഈ ഫോട്ടോയിൽ കാണുന്ന ഇവരും അത് തന്നെയാണ് ചെയ്യുന്നത്. ആളുകളുടെ സങ്കടം വിറ്റ് പ്രസക്തി ഉണ്ടാക്കുക, പണം ഉണ്ടാക്കുക. അടുത്ത ഇലക്ഷന് ഇദ്ദേഹത്തെ ജില്ലാ പ്രസിഡന്റ് ആക്കുക. ഹിന്ദുത്വത്തിന്റെ ലാളിത്യത്തെ മുതലെടുക്കൽ. ഹിന്ദുവിനോട് തന്നെ വെറുപ്പുളവാക്കുന്ന തന്ത്രം, ബുദ്ധി ഉപയോഗിച്ചുള്ള ജിഹാദ്. വടക്കേ ഇന്ത്യയിൽ വരെ മീഡിയാസിന് യാഥാർത്ഥ്യം മൂടിവെച്ച് ആരാണ് ഈ വാർത്ത പ്രചരിപ്പിച്ചത്? ഇതൊക്കെ സംഘികൾ മുഖവിലേക്ക് എടുത്താൽ നല്ലത്. ഇനി അൻസാരിയോട് ഒരു ശക്തമായ വെല്ലുവിളിയാണ്. ഇദ്ദേഹം ഏത് സംഘടനാ പ്രവർത്തനത്തിനാണ് ഇദ്ദേഹത്തിന്റെ സമയം കൊടുത്തിരുന്നതെന്ന് നിനക്ക് തെളിയിക്കാവും. അങ്ങനെ തെളിയിച്ചാൽ നീ പറയുന്നതെല്ലാം സത്യമാണെന്ന് ഞാൻ അംഗീകരിക്കും. അല്ലെങ്കിൽ ഹിന്ദുക്കളെ സംഘിവാരിൽ കെട്ടി തമ്മിലടിപ്പിക്കുന്ന നിന്റെ ഈ കുതന്ത്രം നീ നിർത്തണം. അടുത്തത് മിനിച്ചേച്ചിയുടെ കോളായിരിക്കും അൻസാരിയുടെ സ്റ്റോറി. അൻസാരി ആരാണിക്ക ഇങ്ങനെ പറഞ്ഞത്, ആരാണിക്ക അത് പറഞ്ഞത്, ഞങ്ങൾ അയാളെ ഇടിക്കും പോരാ. കേട്ടല്ലോ അല്ലേ? ഇതാണ് ഒരു മിനിമം ശാഖാ പൊട്ടന്റെ ഒരു നിലവാരം എന്നുള്ളത്. ഏതായാലും ഈ നാരായണേട്ടൻ സംഖ്യയായിരുന്നു അല്ലെ സ്വയം സേവക സംഘനാണോ എന്ന് തെളിയിക്കാവുന്ന രേഖകൾ വല്ലതും ഉണ്ടോ എന്നാണ് ഈ സംഖ്യ പൊട്ടനായിട്ടുള്ള ഈ ഖണ്ഡൻ ചോദിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇവൻ ജനിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ ഈ പറഞ്ഞ സ്വയം സേവക സംഘനായിരുന്നു. ഇവനെ ചിന്തിച്ചിട്ട് പോലും കാണത്തില്ല ആ കാലത്ത്. ഇവന്റെ പ്രൊഡ്യൂസർ ഇവനെ ചിന്തിച്ചിട്ട് പോലും കാണത്തില്ല. ചിലപ്പോൾ വരമ്പിലൂടെ ഓടി നടക്കുന്ന സമയമായിരിക്കും. ഇവൻ ഇപ്പം RSSലാണല്ലോ അല്ലേ, അല്ലെങ്കിൽ നീ സംഖ്യയാണല്ലോ, അതോ ഇനി നീ സംഖ്യ അല്ലാതെ സംഖ്യകളെ കുറിച്ച് പറയുന്നത് കൊണ്ട് നിനക്ക് ആ ഒരു രോദനം കൊണ്ടിട്ടാണോ നീ വന്നിട്ട് ഇങ്ങനെ പറയുന്നത്? സംഖ്യകളെ പറയുമ്പോഴത്തേക്ക് ഉമ്മാരുടെ ഏറ്റവും വലിയൊരു ആയുധം എന്താണെന്നറിയാം? ഇവിടുത്തെ ഹൈന്ദവരെ പറയുന്നു, ഇവിടുത്തെ ഹിന്ദു മതത്തെ കുറിച്ചിട്ട് പറയുന്നു. ഇതാണ് ഇവന്മാർ മൊത്തം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ മുഴുവനും സംഖ്യകളല്ലടോ, വളരെ തുച്ഛമായ ആൾക്കാരെ ഉള്ളടോ സംഖ്യകളായിട്ട്. അല്ലെങ്കിൽ നീയൊക്കെ കേരളത്തിൽ ഈ 140 നിയോജക മണ്ഡലങ്ങളിലും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചേനായിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തിന് സംഘപരിവാറിന്റെ ആശയവും ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റാത്തവർ തന്നെയാണ്. നീ വന്നു കിടന്നുകൊണ്ട് ഈ ശ്വാസം വിടാതെ ഇങ്ങനെ പറഞ്ഞോട്ടല്ലോ, കീഴ്വായി വന്ന് നീ തീർന്നു പോകും. അതുകൊണ്ട് നീ അങ്ങനെ വലിയ രീതിയിലൊന്നും മസിൽ പിടിക്കല്ലേ കേട്ടോ. എന്തായാലും ഒരു പുതിയ തരം സംഖ്യ മരവാഴയാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. പിന്നെ ഉസ്താനെ പോലുള്ളവർക്കൊക്കെ മറുപടി കൊടുക്കാൻ നീയൊന്നും ആയിട്ടില്ലെന്നേ. നിനക്കൊക്കെ മറുപടി തരുന്നത് നല്ല ഹൈന്ദവ സഹോദരികളുണ്ട്. കാരണം ഉസ്താദിനെ ഇതേണക്ക് ഇവൻ ഒന്ന് വിമർശിച്ചു വന്നപ്പോൾ ഈ നാട്ടിലെ ഉസ്താദിനെ അറിയാവുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രവർത്തികൾ ജാതിയും മതവും നോക്കാതെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ അനുഭവിച്ചിട്ടുള്ള നല്ല ഹൈന്ദവ സഹോദരികൾ എടുത്ത മറുപടി കേട്ടിട്ട് 3 ദിവസം ബോധമില്ലാതെ കിടന്നെന്നാണ് നമ്മൾ അറിയുന്നത്. പിന്നെ ഇവൻ വീണ്ടും കൊണയടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും നിന്റെ കൊണയടി അങ്ങ് ശാഖയിൽ വെച്ചാൽ മതി. അവിടുത്തെ ഗുണ്ടന്മാർ പൊട്ടന്മാർ കേട്ടോളും നീ വന്നിരുന്നുണ്ട് ഇങ്ങനെ കുരയ്ക്കുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളും ബാക്കി കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണാം.